നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. സത്യത്തിൽ നിന്നെ ഇവിടെ ഇങ്ങനെ കയറൂരി വിട്ടതാ ഞാൻ ചെയ്ത തെറ്റ്. നിന്നെ പിടിച്ചുപിടിയാലെ എറണാകുളത്തേക്ക് പണ്ടേ നാടെടുത്തനായിരുന്നു. അത് ഞാൻ ചെയ്തില്ല, എന്റെ തെറ്റ്. ഓ, വലിയ കാര്യമായി പോയി. ഒരുതരം പുച്ഛത്തോടെ ഞൊടിഞ്ഞു. ദേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കുശൂശിക്കരുതെന്ന്. മേഘന അവരെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ പല്ലിയടിച്ചോണ്ട് പറഞ്ഞു. എന്നാലേ ഏട്ടൻ തന്നെ ചെയ്തതൊക്കെ, അപ്പൊ പിന്നെ എവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അവൻ ചൊടിയോടെ പറഞ്ഞോണ്ട് മുഖം തിരിച്ചു. ആടാ, നിന്നെ 4 നേരം തീറ്റിപ്പോറ്റൊന്നും പോരാ, ഇനി ഞാനിതൂടെ ചെയ്യാം. നീ പറഞ്ഞതിൽ ഏതിലൊന്ന് വൃത്തിക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ കാര്യം നമുക്ക് ആലോചിക്കായിരുന്നു. ഇത് അതും ഇതും ഇല്ലാന്ന് പറഞ്ഞ പോലെ നീ ഇവിടെ ഇങ്ങനെ ചടഞ്ഞൂത്തിയിരിക്കല്ലേ. മര്യാദക്ക് 2 അക്ഷരം പഠിത്തേ. ആ കാര്യം ഇവിടെ മിണ്ടിപ്പോരുത്. ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു. ഏട്ടൻ പോയി കുറിയും തൊട്ട് കുട്ടപ്പനെ ഏടത്തി അമ്മയുടെ ആട്ട് വാങ്ങും. ഇത് ഞാൻ ഒറ്റ കാട്ടിക്കോളാം. അപ്പൊ തുടങ്ങാം. എന്ത് ആട്ടലേ? അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇടിയപ്പ അച്ചെടുത്ത് പിഴിയാൻ തുടങ്ങി. ആരാടാ കോപ്പ അവിടെ നിന്ന് ആട്ട് വാങ്ങിക്കുന്നത്? മേഘൻ പിന്തിരിഞ്ഞെന്ന് ജോലിയിൽ നിന്ന് തന്നെ നിറക്കിരിച്ചിരുത്തിനോട് ചോദിച്ചു. ഏട്ടൻ അല്ലാണ്ടാരും രാവിലെ തന്നെ കുളിച്ച് കുറിയും തൊട്ട് ഇറങ്ങുന്ന അമ്പലത്തിൽ പോയി ജപിക്കാനല്ലോ. എന്റെ ഏട്ടന്റെ ദേവി അങ്ങ് കലാക്ഷേത്രങ്ങളിലല്ലേ കൂടിയിരിക്കുന്നത്. അവൻ പറയുന്ന മേഘൻ അവനെ പല്ലടിച്ച നോക്കി. ആ, ഇനിയിപ്പോ കലാക്ഷേത്രം വരെ പോണമെന്നില്ലല്ലോ. ദുർഗാദേവി ഇവിടേക്ക് പുനഃപ്രതിഷ്ഠ ചെയ്ത് കൂടിയിരുത്തിട്ടുണ്ടല്ലോ. രുദ്രൻ ഒരു ആക്കിലോടെ പറഞ്ഞു. ഡാടാ വേണ്ട, നിന്റെ നാവ് നീ അധികം നീട്ടല്ലേ. വാഴം വേണ്ടി അരിയുന്ന പോലെ അരിഞ്ഞളി ഞാൻ. മേഘന അവനെ നിർത്തി നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. ഏടത്തി പറഞ്ഞു ശരിയാ, താനൊരു ചൊറിയൻ ചെയ്യാൻ തന്നെയാ. വെറുതെ അല്ലടാ ഏട്ടൻ കൊശവാ എന്റെ ഏടത്തി തന്നെ അടുപ്പിക്കാത്ത. രുദ്രൻ പുറത്തേക്ക് പോകുന്നവനെ നോക്കി ഒന്ന് കൊഞ്ഞനം കുത്തി പറഞ്ഞുകൊണ്ട് തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. കുളിച്ചിറങ്ങിയവൾ ഒരു മാമ്പഴ നിറത്തിലെ സാരിയും ചുറ്റി ഇരു കണ്ണുകളൊന്ന് കടുപ്പിച്ചെഴുതി ഇന്നലെ കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ച പൊട്ടുമെടുത്ത് തൊട്ട് സ്വയം ഒന്ന് നോക്കി. മുടി കുളിപ്പിന്നിലിട്ടിരിക്കുകയാണ്. കാതിലെ ഒറ്റക്കല്ലിന്റെ വിളിച്ച് അവളുടെ മുഖത്താകമാനം പ്രതിഫലിക്കുന്ന പോലെ. മുറിയുടെ ഒരു മൂലയിൽ അഴിച്ചിട്ടിരുന്ന ചെരുപ്പെടുത്ത് കയ്യിൽ പിടിച്ച് മറുകയിൽ ബാഗുമായി അവൾ മുറിക്ക് പുറത്തേക്ക് നടന്നു. അവൾ മുന്നോട്ട് നടക്കുന്നതിനനുസരിച്ച് അവളുടെ നീണ്ട ചുരുൾമുടി ആടി ഉലയുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വാതിൽ പൂട്ടി തിരിഞ്ഞാൽ കാണുന്നത് തന്നെ കാത്തുന്ന പോലെ വണ്ടിയിലിരിക്കുന്ന മേഘനയാണ്. അവന്റെ ഇന്നലത്തെ പ്രവൃത്തി ഓർക്കവേ അവൾ അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. ഫൂലന്തേവി രാവിലെ തന്നെ കണ്ണുരുട്ടുവാണല്ലോ. അവളുടെ കണ്ണുരുട്ടൽ കണ്ടതും മേഘൻ പിറുപിറുത്തു. ശേഷം അവളെ നോക്കിയൊന്ന് വെളുക്കനെ ചിരിച്ചു. അവൻ ചിരിക്കേണ്ട താമസം അവൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റിക്കൊണ്ട് കയ്യിൽ പിടിച്ചിരുന്ന ചെരുപ്പ് താഴേക്കിട്ട് അതിലേക്ക് കാൽ കിടത്തി അവിടുന്ന് ഇറങ്ങി നടന്നു. താനിന്നൊരാൾ ഇവിടെ ഉണ്ടെന്ന് പോലും മൈൻഡാക്കാതെ അവൾ പടിപ്പൊരു ലക്ഷ്യം വെച്ച് നടക്കുന്ന കണ്ടതും മേഘന്റെ കണ്ണൊന്ന് കൂർത്തു വന്നു. രാവിലെ തന്നെ എന്നെ നടത്തിച്ച് അടങ്ങൂന്ന് പറഞ്ഞാ എന്താ ചെയ്യാ? അവൻ വണ്ടി അവിടെ ഇട്ടുകൊണ്ട് അവൾക്ക് പുറകെ മുണ്ട് മടക്കി കുത്തി വേഗത്തിൽ നടക്കുന്നതിനിടയിൽ ഞൊടിഞ്ഞു. നീ ബൊമ്മി, നീ നിക്കടി! അവൻ തനിക്ക് മുമ്പിൽ വേഗത്തിൽ നടക്കുന്നവൾ വിളിച്ചുകൊണ്ട് അവൾക്ക് പുറകെ ഓടുന്ന കണ്ടതും അവന്റെ ആ ഓട്ടവും അവളുടെ പുറകെയുള്ള നടപ്പും എല്ലാം കണ്ട് പാടത്ത് പണിക്കുന്നിരുന്നവർ പണിയെടുത്തിക്കൊണ്ട് അവൻ അതിശയത്തോടെ നോക്കി നിന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ചെറിയമ്പരാൻ ആ പെൺകൊച്ചിനെയും കൊണ്ടേ പോകുന്നു. പാടത്തും പണിക്കുന്ന ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് പറഞ്ഞു. പെണ്ണിപ്പോഴേ തമ്പരാൻ കുഞ്ഞിനെ ഓടിച്ചു തുടങ്ങി. അവരതിനെ അനുകൂലിച്ചെന്നോടൊന്ന് മൂളിക്കൊണ്ട് അവർക്ക് പുറകെ ഓടുന്നവർ നോക്കി പറഞ്ഞു. കൂടുന്നവരല്ലാതെ കേട്ടി ചിരിക്കാൻ തുടങ്ങി. ഡീ ബൊമ്മി! അവനവളെ വിളിച്ചുകൊണ്ട് അവൾക്ക് മുന്നിലേക്ക് കയറിയിരുന്നു. ഇയാൾക്ക് ഇതെന്താ? എന്തിനാ രാവിലെ തന്റെ പുറകെ അതിന് കൂടിയിരിക്കണേ? അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ ഇങ്ങനെ ചൂടാവില്ല എന്റെ പൊന്നെ. ചേട്ടൻ നിന്നെ കൊണ്ടുവിടാൻ വണ്ടിയും കൊണ്ട് കാത്തു നിന്നിട്ട് നീ എന്താണ് ഇങ്ങനെ മൈൻഡാക്കാതെ ഇങ്ങനെ പത്രാസം കാട്ടി പോന്ന്? അവനവൾ നോക്കി പരിഭത്തോടെ ചോദിച്ചു. ആളവൻ അയ്യെന്ന ഭാവേനെ നോക്കി. ഏത് ചോട്ടൻ? ആളവനെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. ഈ ഞാൻ. അവൻ സ്വയം നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ നോക്കി പല്ലുകടിച്ചു. അയ്യോ, മൈൻഡ് ചെയ്യാട്ട് ഇങ്ങനെ. ഇനി ഞാൻ തന്നെ മൈൻഡ് കൂടി ചെയ്താ പിന്നെ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആവത്. അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് വഴിമാറി നടന്നു. അതെന്ത് പറച്ചിലാടി ബൊമ്മി? ഒന്നുമില്ലെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ അങ്ങേരെ തന്നെ രാത്രി എന്നെ പഞ്ഞി കിട്ടില്ലേടി. അതിന്റെ ഒരു പരിഗണനെങ്കിലും നിനക്ക് എന്നോട് കാണിച്ചുകൂടെ? അവൻ തനിക്ക് മുന്നേ നടക്കുന്നവരുടെ സാരി തുമ്പിൽ പിടിച്ച് നടന്നുകൊണ്ട് പരിഭവത്തോടെ ചോദിച്ചു. അവൾ പതിരിക്കൊണ്ട് ചുറ്റിനും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയ ശേഷം അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു വാങ്ങിക്കൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി. അയ്യോ, താനിതെന്താണ് മനുഷ്യ കാണിക്കുന്നത്? ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് മതി അടുത്ത കഥയുണ്ടാക്കാൻ. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതലായിട്ടുണ്ട് കഥകള്. അവര് പറയട്ടെടി, വേറെ ആരെയും കുറിച്ചല്ലല്ലോ, നിന്നെ എന്നെയും പറ്റിയല്ലേ. എത്ര കഥ വേണമെങ്കിലും അവര് പറഞ്ഞോട്ടെ. അവനൊന്ന് മീശ പിരിച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു. ആൾ അവനെ നോക്കി ചുണ്ടുകൊട്ടി. ഓവ്, ഇയാളുടെ സ്ഥാനത്ത് വേറെ ആയിരുന്നെങ്കിലും ഞാനതൊക്കെ കണ്ടില്ലാന്ന് അടിച്ചേനെ. പക്ഷെ നിങ്ങളെ ഉണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും വെറുതെ തരാന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വേണ്ട. അത്രയ്ക്കും നല്ല നാക്കാതെ എനിക്ക് ചൊറിയൻ ചേന. അവൾ പറഞ്ഞു. അവനവളെ നോക്കി കണ്ണുരുട്ടി. നീ നോയിക്കോടി, നീ പറഞ്ഞ ചൊറിയൻ ചേനയെ തന്നെ കെട്ടി
5-6 ചേനക്കണ്ണുകളെയും പ്രസവിച്ച് എന്റെ മുന്നിൽ നീ അവരെയും കൊണ്ട് കഷ്ടപ്പെടുന്നത് ഞാൻ കൺകുളിർക്കെ കാണുവടി യക്ഷി. അന്ന് നീ എന്നെ നോക്കി ചുണ്ടുമലർത്തുമ്പോ ഞാൻ നിന്നതേ ഇതുപോലെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കൊടി ബൊമ്മി തലച്ചി. ആരാൾ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് പറഞ്ഞു. ആളവനെ ഇരിച്ചു കളയുന്ന പോലെ നോക്കിക്കൊണ്ട് താഴെ അവൻ എറിയാൻ പാകത്തിനൊരു കല്ലിനായി പരതിയതും അടുത്ത നിമിഷം മേഘന അവിടുന്ന് തിരിഞ്ഞോടിയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവൾക്ക് ഉന്നം പിഴച്ചില്ല. ആ ഒരു നേർക്കെറിഞ്ഞ കല്ല് കൃത്യസ്ഥലത്ത് തന്നെയാണ് വന്നുകൊണ്ടത്. ഈ യക്ഷി എന്റെ പുറം പൊളിച്ച് നാടുമ്പുറത്ത് കൈവച്ച് മുഖം ചുളിച്ച് പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയവൻ തന്നെ നോക്കി കത്തിച്ചൊലിക്കുന്ന കോപത്തോടെ നിൽക്കുന്നവളെ കണ്ടതും അവനവളെ തിരിച്ച് അതുപോലെ നോക്കി. നീ എന്നെ എറിഞ്ഞുവല്ലേ ഈ യക്ഷി, അവൻ പറഞ്ഞുകൊണ്ട് അവൾ എറിയാനുള്ള കല്ലിനായി താഴെ പരുന്ന് കണ്ടതും അവൾ സാരിയും ബാഗ് ഒതുക്കി പിടിച്ച ഒറ്റ ഓട്ടമായിരുന്നു. നിന്നെ ഞാൻ പിന്നെ എറിഞ്ഞ് വീഴ്ത്തിക്കൊള്ളാടി ബൊമ്മി. അവളുടെ സാരി ഒതുക്കി പിടിച്ചുകൊണ്ടുള്ള ആ ഓട്ടം കണ്ടതും അവൻ അവളെ നോക്കി വിളിച്ചു പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ എന്റെ പെണ്ണെ, നീ ഇങ്ങനെ എന്നെ പറ്റിക്കൂടി ഇരുന്ന ഞാൻ ഇങ്ങനെ എന്റെ പണി ചെയ്യാം. അവൾ തന്റെ തോളിൽ ഉറക്ക ക്ഷീണം മാറാ ചടഞ്ഞിടക്കുന്ന കുഞ്ഞിനോടായി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ തന്നിൽ നിന്നും വേർപ്പെടുത്താൻ നോക്കിയതും കുഞ്ഞൊന്ന് ചിണുങ്ങി. ആ പതിഞ്ഞുള്ള ചിണുക്കം കേട്ടതും നീലിയാശ്രമം പാതിയിൽ ഉപേക്ഷിച്ചു. എന്റെ കുഞ്ഞി, നിന്റെ ഒരു കാര്യം കരഞ്ഞ് കാര്യം സാധിക്കാൻ എന്റെ കുട്ടിക്ക് പിന്നെ നന്നായിട്ട് അറിയാലോ. ആൾ കുഞ്ഞിന്റെ കവിളിലൊന്ന് മുത്തി പറഞ്ഞുകൊണ്ട് ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് അടുപ്പിലേക്ക് വെച്ചു. അമ്മ, പുറകിൽ നിന്നുള്ള വിളി കേട്ടതും അവൾ കയ്യിലേക്ക് എടുത്ത അരിപ്പാത്രം അവിടെ തന്നെ വെച്ചുകൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ആളിനെയും അടുക്കളയും വേർതിരിക്കുന്ന വാതിലരികിൽ നിൽക്കുന്ന ഒരു പ്രായമായ സ്ത്രീയെ കണ്ടതും അവൾ അവരാരെന്ന് മനസ്സിലാവാതെ മുഖം ചുളിച്ച് നോക്കി. ഞാൻ മയിലമ്മ, ഇങ്ങ പക്കത്തുള്ളതാ. തമ്പുരാൻകുട്ടി ഇവിടെ വരുമ്പോ ഞാൻ ഇങ്ങ വേലക്ക് വരുത്. അവളെ നോക്കിക്കൊണ്ട് മലയാളം തമിഴ് ഇടകലർത്തിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവളുടെ ചിരി കണ്ടതും അവർക്കുള്ളിൽ ഒരു ആശ്വാസം നിറഞ്ഞു. വന്നിരിക്കുന്നവൾ എത്ര കാര്യമായിരിക്കുമെന്നൊരു ആശങ്ക അവർക്കുള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ആ ഹൃദ്യമാർന്ന പുഞ്ചിരി അവരുടെ ആശങ്കകളെല്ലാം ഒരുവിധം ഇല്ലാതാക്കിയെന്ന് തന്നെ പറയാം. എന്താ അവിടെ നിൽക്കുന്നേ, അമ്മ അകത്തേക്ക് വരൂ. അവൾ അവരെ നോക്കി പറഞ്ഞു. അവളുടെ അമ്മ എന്നുള്ള വിളിയിൽ അവരുടെ ഉള്ളമൊന്ന് കുളിർന്നു. ചിന്ന തമ്പുരാനിക്ക് സേന്ത പൊണ്ണത്തെ കടവൾ അമച്ചു വെച്ചിരിക്കറ. അവളെ ആ പുഞ്ചിരി എന്ന മുഖത്തുനിന്ന് ഓട്ടം മാറ്റാതെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവർ മനസ്സിൽ പറഞ്ഞു. ഇതെന്താ അടുത്തേക്ക് വരാതെ അവിടെ തന്നെ നിൽക്കുന്നേ? അവൾ തന്നിൽ നിന്ന് അല്പം അകലം പാലിച്ച് നിൽക്കുന്നവരെ നോക്കി ചോദിച്ചു. അവരവളെ ആശ്ചര്യത്തിൽ നോക്കി. അത് വന്ന് ഞങ്ങൾക്ക് പക്കത്തേക്ക് വന്നുകൂടാ. അവരവളെ നോക്കി പരിങ്ങിലോടെ പറഞ്ഞു. അവൾ അവരെ നോക്കി ചിരിച്ചു. അതെന്താ അടുത്തേക്ക് വന്ന പ്രശ്നം? അവൾ അതേ ചിരിയോടെ തന്റെ മുന്നിൽ പരിങ്ങി നിൽക്കുന്നവരെ നോക്കി ചോദിച്ചു. അത് എങ്ങളെപ്പോലെ അമ്മാടി നീങ്കേ. അവരവളോട് മടിയോടെ പറഞ്ഞു. അതെന്താ, എന്നെ കണ്ടിട്ട് മനുഷ്യനായി തോന്നിയില്ലേ അമ്മയ്ക്ക്? അവൾ അവരെ നോക്കി ചോദിച്ചു. അവളുടെ ആ ചോദ്യത്തിൽ അവരൊന്ന് കണ്ണുമിഴിച്ചു. അയ്യോ, ഞാൻ അപ്പടി സൊല്ലലേമ്മ. അവർ കൈകളാൽ അല്ലാന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. അവൾ അതിനൊന്ന് ചിരിച്ചുപോയി. അതെ, നമ്മളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന നമ്മുടെ വ്യക്തിത്വം, അല്ലാതെ പാരമ്പര്യവും പ്രൗഢിയും കുലവും ഗോത്രവും ഒന്നല്ല. അങ്ങനെ എൻ്റെ അച്ഛനെ പഠിപ്പിച്ച് അവൾ പറഞ്ഞു. ഇതുവരെ ആരിൽ നിന്നെങ്കിലും കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പറഞ്ഞതിന്റെ ഞെട്ടൽ അവരിൽ പ്രകടമായി തന്നെ കാണപ്പെട്ടു. എന്നെ സൃഷ്ടിച്ച ദൈവം തന്നെയാ ഈ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച്. അവരെ സൃഷ്ടിച്ച അതേ കൈകൾ കൊണ്ടാ നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ച്. അപ്പൊ ആ ദൈവത്തിനകത്ത് അയിത്തം കണ്ടുപിടിച്ച മനുഷ്യവർഗത്തിനല്ലേ ശരിക്കും അയിത്തം കൽപ്പിക്കേണ്ടത്? അവരുടെ ചോദ്യങ്ങൾ ഓരോന്നും അവർ പോലും അറിയാതെ കാലങ്ങളായ അവഗണനയുടെ കയ്പ് നീര് കുടിച്ചിറക്കിയ അവരുടെ വൃദ്ധ മനസ്സിൽ സാന്ത്വനത്തിന്റെ മധുരം പകർന്നുകൊണ്ടിരുന്നു. തനിൽ നിന്നും മിഴികൾ പറിച്ചു മാറ്റാൻ മറന്നെന്ന പോലെ നോക്കി നിൽക്കുന്നവരെ കണ്ടതും ആളവരെ നോക്കി ചോദിച്ചു. അമ്മ കഴിച്ചോ? അവളുടെ ആ ചോദ്യം കാതുകളിൽ പതിയാത്തവണ്ണം അവർ ഭൂതകാല സ്മരണയിൽ അകപ്പെട്ടു പോയിരുന്നു. എന്നെ കേട്ടിങ്ങ അമ്മാടി? അവരവളെ നോക്കി പതറിലോടെ ചോദിച്ചു. അമ്മ കഴിച്ചോന്ന്? അവൾ അവരെ നോക്കി തന്റെ ചോദ്യം ആവർത്തിച്ചു. ഞാൻ സാപ്പിട്ടെ. അവരതിന് വേഗം തന്നെ മറുപടി നൽകി. എന്നാൽ ഞങ്ങൾ കൂടി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ? ഇന്നലെ രാത്രി ഒന്നും കാര്യം കഴിച്ചില്ല. ഈ പെണ്ണിനെ വിടുന്നില്ല. ഇല്ലേ ഞാൻ തന്നെ ഉണ്ടാക്കിയേനെ. അവൾ അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു. 10 നോടി ഞാൻ ഇപ്പൊ ഉണ്ടാക്കിത്തരാം. ആറു എപ്രാളത്തോടെ ഉടുത്തിരുന്ന സാരിയുടെ അറ്റിടുപ്പിൽ തിരികൊണ്ട് തന്റെ പണിയിലേക്ക് തിരിഞ്ഞു. അവൾ അത് നോക്കിക്കൊണ്ട് കുഞ്ഞിന് കൊടുക്കാനായി വാങ്ങിയ 6 റൂട്ട് ബിസ്ക്കറ്റിൽ നിന്ന് ഒരു 3 എടുത്ത് ഒരു ചെറിയ ബൗളിലിട്ട് ആ ചായയിൽ കുതിർത്തിയിട്ട് അതുമായി ഹാളിലേക്ക് പോയി. കുഞ്ഞി, മതി കിടന്ന് എഴുന്നേറ്റ് പെണ്ണി നീ. അവൾ തന്നെ തോളിൽ പറ്റിക്കിടക്കുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഒരു കസേര വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ തോളിൽ കിടന്ന കുഞ്ഞൊന്ന് ചിണുങ്ങി. ദേ, ഇത് കഴിച്ച പെണ്ണി നീ. അവൾ തന്നെ മാറിൽ മുഖം മുരുട്ടിക്കൊണ്ട് ചിണുങ്ങുന്ന കുഞ്ഞിന് നേർക്ക് ഒരു കുഞ്ഞു സ്പൂണിനാൽ ബൗളിലിരുന്ന കുതിർന്ന ബിസ്ക്കറ്റ് അല്പം കോരിയെടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവിടെ ആൾ പുതിയതെന്തോ കഴിക്കാൻ കിട്ടിയത് കണ്ട് അതിലേക്ക് തന്നെ ഉറ്റുനോയിക്കൊണ്ടെന്ന് അവൾ ആ സ്പൂണ് വായിലേക്ക് വെച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ അതിലുള്ളത് അത്രയും വായിലേക്ക് ആക്കിയിരുന്നു. അത് കണ്ടത് നീലിയൊന്ന് ചിരിച്ചുപോയി. ഭയങ്കര കൊതിയാ കുഞ്ഞിപ്പെണ്ണിന്. നമ്മൾ എന്ത് കഴിക്കുന്ന കണ്ടാലും അതിലേക്ക് അങ്ങനെ കൊതിയോടെ നോക്കി നിൽക്കും. ആ നോട്ടം കാണുമ്പോൾ കഴിക്കുന്ന എന്തായാലും അതിൽ നിന്നൊരു നുള്ള കുഞ്ഞുവായിലേക്ക് വെച്ചെടുക്കാൻ തോന്നിപ്പോവും.
ആ ഓർമ്മയിൽ അവളുടെ ചുണ്ടുകൾ വിടർന്നു. അമ്മ. പെട്ടെന്ന് അവളുടെ കാതിനരികിൽ നിന്ന് കേട്ട പ്രതീക്ഷിക്കാത്ത വിളിയിൽ കുഞ്ഞിനെ ഊട്ടിക്കൊണ്ടിരുന്നവളൊന്ന് ഞെട്ടി വിറച്ചുപോയി. അവൾക്കൊപ്പം കുഞ്ഞൊന്ന് ഞെട്ടിയിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള ആ സംഭവത്തിനിടയിൽ നീലിയുടെ കയ്യിലെ സ്പൂൺ ആ കുഞ്ഞി ചുണ്ടുകളെ വേദനിപ്പിച്ചതും ആള് വലിയ വായിൽ കരയാൻ തുടങ്ങി. ആൾ തനിക്ക് തൊട്ടുപിറകിൽ തന്നെ ചിരിയോടെ നോക്കുന്നവനെ ഒന്ന് എരിച്ചുകളയും വിധം നോക്കിക്കൊണ്ട് കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഓ, ഒന്നുമില്ലടാ, എന്റെ കുഞ്ഞ് കരയല്ലേ, എവിടെ നോക്കട്ടെ. ഓ. ആൾ തന്റെ കയ്യിൽ നിന്ന് ഉച്ചത്തിൽ കരയുന്ന കുഞ്ഞിനെ നോക്കി സങ്കടവും വെപ്രാളവും നിയന്ത്രിക്കാനാവാതെ പറഞ്ഞു. അവിടെ ഇപ്പോഴും കരച്ചിലിനൊരു കുറവുമില്ല. ചുണ്ടിലേക്ക് വിരൽ ചൂണ്ടി വിങ്ങി വിങ്ങി കരയുകയാണ് ആള്. എന്റെ കുഞ്ഞ് ഇങ്ങനെ കരയില്ലേ പെണ്ണേ. അവൾ എത്ര ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും വിങ്ങിക്കരയുന്ന കുഞ്ഞിനെ കണ്ടതും അവളുടെ കണ്ണുകളും കുഞ്ഞിനൊപ്പം നിറഞ്ഞൊഴുകി. എന്താ, എന്തിനാ കുഞ്ഞ് കരയുന്നത്? മുകളിൽ നിന്ന് ധൃതിയിൽ പടിയിറങ്ങി വന്നുകൊണ്ട് ഇന്ദ്രൻ അവളോട് ചോദിച്ചു. എന്താടി, എന്താ ഉണ്ടായേ? അവനവളൊന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. അവനൊന്ന് കൈ നീട്ടാൻ കാത്തിരുന്ന പോലെ കുഞ്ഞവന്റെ കയ്യിലേക്ക് ചേക്കേറി. കുഞ്ഞിന്റെ ചുണ്ടിലൊന്ന് സ്പൂണിന്റെ അറ്റം കൊണ്ടതാ ഇന്ദ്രേട്ടാ. ആളവന് നോക്കി കണ്ണിറച്ചുകൊണ്ട് പറഞ്ഞു. അവനവളെ ഒന്ന് പല്ലിയടിച്ച് നോക്കി. ഭക്ഷണം കൊടുക്കുന്ന നേരത്ത് കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ ഇവിടെ വായിൽ നോക്കി കോപ്പേ നീ. അവൻ അവൾക്ക് നേരെ അലറിയതും അവളുടെ നിറഞ്ഞു വന്ന കണ്ണുകളിൽ നിന്നൊരു തുള്ളി അടർന്നു വീണിരുന്നു. അത് കണ്ടതും അവൻ അടുത്തായി പറയാമെന്ന കാര്യം പറയാനാവാതെ അവളെ വിമിഷ്ടത്തോടെ നോക്കി നിന്നു. ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല ഇന്ദ്രേട്ടാ, പെട്ടെന്ന് ഇയാൾ വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയതാ. ആൾ കുഞ്ഞിന്റെ ഒഴുകിയിറങ്ങുന്ന കണ്ണുകളെ തുടച്ചു മാറ്റിക്കൊണ്ട് ആ കുഞ്ഞി ചുണ്ടിൽ ഊതി കൊടുക്കുന്നതിനിടെ അവനോട് പറഞ്ഞതും അത് അവനിലെ ദേഷ്യം വീണ്ടും ആളിക്കത്തിച്ചു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ട ഇവനെന്താടി, വല്ല പ്രേതമാണോ? വന്നപ്പോ തുടങ്ങിയതാ അവിടെ ഒരു ഞെട്ടല്. അവൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവളെ നോക്കി പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ ധാരയായി ഒഴുകിയിറങ്ങി. തന്റെ മുന്നിൽ നിന്ന് മത്സരിച്ച് കരയുന്നവരെ കാണെ അവന് ദേഷ്യം ഉച്ചസ്ഥായിലെത്തി. കണ്ണു തുറക്കടി കോപ്പേ. അടുത്ത നിമിഷം അവന്റെ ശബ്ദം ഉയർന്നു. അവൾ തന്റെ ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ പുറം കൈകൊണ്ട് തുടച്ചു മാറ്റിയിരുന്നു. ഇനി മേലിൽ നീ നിൽക്കുന്നവനെ കണ്ട് ഞെട്ടിയാളുണ്ടല്ലോ, അവിടെ ഒരു ഞെട്ടൽ രോഗം. അവിടെ ആയിരുന്നപ്പോ ഉണ്ടായിരുന്നല്ലോടി നിനക്ക് രോഗം. ആ ഭാർഗവി നിലത്തിലേക്ക് തിരികെ പോകാനായിട്ട് ഓരോരോ അടവായിട്ട് ഇറങ്ങിയിരിക്കാവള്. അവൻ പറയുന്ന വാക്കുകളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അതിന്റെ വേദനയേക്കാളേറെ അവളെ വേദനിപ്പിച്ച് കുഞ്ഞിന്റെ ചുണ്ടിൽ പിടിച്ചുകൊണ്ടുള്ള കരച്ചിലാണ്. കുഞ്ഞിനെ ശ്രദ്ധിക്കണം, നേരത്തെ അത് ചെയ്യാൻ ഞെട്ടാൻ കാത്തിരിക്കാവള്. മര്യാദക്ക് നോക്കാൻ വൈകി അത് പറയും, അല്ലാതെ. അവൻ പല്ലടിച്ച് പറഞ്ഞെടുത്തിയതും അവൾ സങ്കടം കൊണ്ട് വാപ്പുത്തി പിടിച്ച് കരഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി മുകളിലേക്ക് പാഞ്ഞിരുന്നു. അതുകൂടി കണ്ടതും അവന്റെ കോപം അതിന്റെ സീമകളെ മറികടന്നിരുന്നു. നീ എന്തിനാണ് കോപ്പേ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിക്കാൻ മാത്രം കെട്ടിയെടുക്കുന്നത്? അവൻ അവിടെ നിന്ന് ചിന്നൽ നേർക്ക് ചീറിയതും അവൻ അതിനൊന്ന് തലയുറിഞ്ഞുകൊണ്ട് ഇന്ദ്രനെ നോക്കി. നാം മനഃപൂർവ്വം ചെയ്യില്ല തമ്പ്ര. അവന്റെ ക്രോധത്താൽ കത്തിൽക്കുന്ന മുഖം കണ്ടതും ചിന്നൻ അവനെ നോക്കി പറഞ്ഞു. പിന്നെ നിന്റെ തന്തയാണോ പുല ചെയ്ത്? ഇന്ദ്രൻ ചോദിച്ചുകൊണ്ട് അവനെ നേർക്ക് ചൂട് വെച്ചു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ പേരിൽ ഇനി അവൾ കരയേണ്ടി വന്ന പൊന്നു മോനെ, നീ ഇന്ദ്രന്റെ മറ്റൊരു രൂപയും കാണാൻ പോകുന്നു. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അവൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ നോക്കി പറഞ്ഞു. അവൻ നിഷ്കളങ്കമാർന്ന മുഖത്തോടെ ഇന്ദ്രനെ നോക്കി. അത് കണ്ടതും ഇന്ദ്രൻ അവനൊന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു. ഡേയ്, നീ ഏതൊക്കെടാ ആ കുട്ടിയെ ഭയപ്പെടുത്തരുത്. അവിടെ നടന്നെല്ലാം ഒന്നും വിടാ കണ്ടുകൊണ്ടിരുന്ന മയിലമ്മ ചിന്നനെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു. അവൻ അവരെ നോക്കി എപ്പോഴത്തെയും പോലും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അമ്മാടി. കരഞ്ഞുറങ്ങിയ കുഞ്ഞിനെ കിടക്കയിലേക്ക് കിടത്തി ആ കുഞ്ഞി ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് നേരിടുന്നവരുടെ കാതുകളെ തേടി മയിലമ്മയുടെ സ്വരമെത്തിയതും അവൾ തന്നെ നിറഞ്ഞ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവരെ തിരിഞ്ഞു നോക്കി. എന്നോട് സീക്രമാ സാപ്പാട് റെഡി പണ ചൊല്ലിയിട്ട് നീ എന്നെ അമ്മ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്, വാ കഴിക്കാൻ കുഞ്ഞേ. അവരവളെ നോക്കി സ്നേഹത്തോടെ വിളിച്ചു. ഒത്തിരി നാളുകൾക്ക് ശേഷം തന്നെ തേടിയെത്തിയ കരുതലിൽ കുതിർന്ന വാക്കുകൾ അവൾക്ക് ആ സമയത്ത് ആശ്വാസം പകരുന്നവയായി മാറിയിരുന്നു. ഇനിയിപ്പോൾ മോളുണർന്നിട്ട് കഴിക്കാം. അവളിങ്ങനെ വയറുകാഞ്ഞ് കിടക്കുമ്പോൾ എനിക്കൊന്നും ഇറങ്ങില്ല അമ്മ. ആൾ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന്റെ തലയിലൂടെ ഒന്ന് തഴുകി. ഒരുപാട് കരഞ്ഞുകൊണ്ടാവണം ഉറക്കത്തിലായിരുന്നിട്ട് കൂടി കുഞ്ഞൊന്ന് ഏങ്ങി. അത് കണ്ടതും അവൾ ഒരിക്കൽ കൂടി ആ കുഞ്ഞി ചുണ്ടിലൊന്ന് മുകർന്നു. ചിന്നത്തമ്പുരാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വിഷമായ കുഞ്ഞിന്. അവർ കുഞ്ഞിനെ തൊട്ടും തലകൂടിയിരിക്കുന്നവൾ നോക്കി ചോദിച്ചു. അവരുടെ ആ ചോദ്യം കേൾക്കെ അവളൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവരെ നോക്കി പറഞ്ഞു. എനിക്കിതൊക്കെ ശീല, ഇതാദ്യമായിട്ടൊന്നല്ല എനിക്ക് ഇന്ദ്രേട്ടൻ്റെ വഴക്ക് കേൾക്കുന്നത്. പക്ഷെ അതൊന്നും ഇവളെ ശ്രദ്ധിക്കാത്തതിനായിരുന്നില്ല എന്ന് മാത്രം. അത് പറയുമ്പോൾ അവളുടെ തൊണ്ടയൊന്ന് കനത്തു. ഇതിപ്പോ ആദ്യമായിട്ടാ കുഞ്ഞിന്റെ ഒരു കാര്യത്തിന് എങ്ങനെ? ഉള്ളിലെ സങ്കടങ്ങൾ കൊണ്ട് വാക്കുകൾ വഴിമുട്ടിയതും അവൾ അവർക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരുന്നു. അവർക്കത് കണ്ടത് അവളോട് പാവം തോന്നി. ഒരു പാവം പെണ്ണാണവൾ, ഒരു പാവം നങ്ങിയേലി പെണ്ണ്. തനിക്ക് മുമ്പിലിരുന്ന് കണ്ണുനീർ മറക്കാൻ പാടുവിടുന്നവളെ കാണെ അങ്ങനെയാണ് അവർക്ക് തോന്നിയത്. ഇതെല്ലാം പേട്ടാണല്ലോടാ. ശിവശങ്കരൻ തമ്പി താഴെ വീണ തേങ്ങളോരോന്ന് കുലുക്കി നോക്കിക്കൊണ്ട് തെങ്ങിന് മുകളിൽ ഇരിക്കുന്നവനെ നോക്കി പറഞ്ഞു. ഈ പ്രാവശ്യം കായ്ഫലം തീരെ കുറവാ തമ്പുരാനെ.
അയാൾ അതിനുള്ള മറുപടി എന്നോണം ശിവശങ്കരൻ നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് തെങ്ങിൻ മുകളിൽ നിന്ന് പയ്യെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ആ കേശവനോട് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ. ആ കോശവൻ എന്നിട്ട് എന്ത് തേങ്ങ ഉണ്ടാക്കിയെന്നാവോ? ശിവശങ്കരൻ തമ്പി മുറുമുറുത്തു. വല്യമ്പുരാനെ! പുറകിൽ നിന്നുള്ളൊരു വിളി കേട്ടതും ശിവശങ്കരൻ തമ്പി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്തോ പറയാനെന്നോണം വെപ്രാൾപ്പെട്ട് ഓടിക്കതച്ചു വരുന്ന കേശവനെ കണ്ടതും അയാളുടെ നെറ്റിയിൽ സുളിവുകൾ വീണു. എന്താടോ കേശവ, താനെന്താ വാലിന് തീ പിടിച്ച പോലെ വരുന്നത്? ശിവശങ്കരൻ തമ്പി തന്നെ നേർക്ക് പാഞ്ഞു വരുന്ന കേശവനെ കണ്ടത് അയാളെ നോക്കി ചോദിച്ചു. വല്യമ്പുരാനെ! അയാൾ ഓടിക്കതച്ച് അയാൾക്കരിയിലേക്ക് വന്നുകൊണ്ട് ശിവശങ്കരനെ നോക്കി വിളിച്ചു. എന്താടോ താനെന്തിനാ ഇങ്ങനെ വെപ്രാളം കാട്ടുന്നത്? തന്നെ ആരെങ്കിലും തല്ലാൻ ഓടിച്ചോ? അയാൾ കേശവൻ നോക്കി ചോദിച്ചു. കേശവൻ കിതപ്പാറ്റിക്കൊണ്ട് അയാളെ നോക്കി ഇല്ലെന്ന പോലെ വിലങ്ങനെ തലയാട്ടി കാണിച്ചു. എന്നെ ആരും തല്ലാൻ ഓടിച്ചിട്ടില്ല, പക്ഷെ തല്ലിട്ടി. അയാൾ തന്നെ നെറ്റി വിളിച്ച് നോക്കുന്നത് ശിവശങ്കരൻ നോക്കി കിതപ്പോടെ പറഞ്ഞു. ശിവശങ്കരൻ ഒന്നും മനസ്സിലാവാതെ അയാളുടെ മുഖം ചുളിച്ചു നോക്കി. താനിത് എന്ത് തേങ്ങയാടാ പറയുന്നത്? ആരെ തല്ലിയെന്നാ? ശിവശങ്കരൻ ചോദിച്ചു. കേശവൻ നായർ അയാളോട് നടന്ന കാര്യങ്ങൾ ഓരോന്ന് വിശദീകരിക്കാൻ ആരംഭിച്ചു. ആ ചന്ദ്രമംഗലത്തെ ചെക്കനെ ഇന്നലെ രാത്രി എസ് ദാമോദരനെ എടുത്തിട്ട് പെരുമാറിയിത്രേ. അയാളിപ്പോ 2 കൈയോടിഞ്ഞ ആശുപത്രിയിലാ. കേശവൻ നായർ പറഞ്ഞു. ശിവശങ്കരൻ തമ്പിയുടെ മുഖം ഒന്ന് കനത്തു. ഇന്നലെ രാത്രി അയാളുടെ ക്വാർട്ടേഴ്സിൽ വെച്ചായിരുന്നത്രേ സംഭവം. എന്നോട് ആ ചായക്കട നടത്തുന്ന കുട്ടനായർ പറഞ്ഞ. കേശവൻ തനിക്ക് മുമ്പിൽ കനത്ത മുഖഭാഗത്തോട് നിൽക്കുന്ന ശിവശങ്കരൻ നോക്കി പറഞ്ഞു. എന്നിട്ടിപ്പോ അയാൾക്ക് എങ്ങനെയുണ്ട്? ശിവശങ്കരൻ തമ്പി കേശവനോട് തിരക്കി. അല്ലറ ചില്ലറ പരിക്കൊക്കെ ഉണ്ട്, അല്ലാതെ കാര്യമായിട്ടൊന്നും പറയാനില്ല. വിവരം അറിഞ്ഞ് ഞാൻ അവിടത്തോളം വരെ ഒന്ന് പോയിരുന്നു. അപ്പൊ അയാളിനോട് ചില കാര്യങ്ങൾ പറയണ്ടായി. അയാളൊരു പരിങ്ങളോടെ ശിവശങ്കരൻ നോക്കി പറഞ്ഞുകൊണ്ട് തലയുറിഞ്ഞു. എന്താടോ കാര്യം? ശിവശങ്കരൻ തമ്പി തനിക്ക് മുമ്പിൽ നിന്ന് പരിങ്ങുന്നയാളെ നോക്കി ചോദിച്ചു. അയാൾ കൂടുതൽ പരിങ്ങി. നിന്ന് പരിങ്ങാതെ കാര്യം പറയടോ. അയാളുടെ ആ പരിങ്ങിക്കളി കണ്ടതും ശിവശങ്കരൻ തമ്പി അയാളോട് കയർത്തു. അത് പിന്നെ ആ പെണ്ണിനെ കുടിക്കുകയും നമ്മളാന്ന് ആ ചെറുക്കൻ അറിഞ്ഞിട്ടുണ്ട്. നാട് മുഴുവൻ ഇപ്പൊ ഈ കാര്യം സംസാരിക്കണത്. ഇന്നലെ അവൻ അയാളോട് പറഞ്ഞു അത്രേ, അവനെതിർത്ത് ആ പെണ്ണിനെ കൊണ്ടുപോകാൻ മാത്രം ചങ്കൂറ്റുള്ള ആമ്പിള്ളേര് നാൽപ്പാട്ട് തറവാട്ടിൽ ഉണ്ടെങ്കിൽ ചന്ദ്രമംഗലത്തേക്ക് വരാൻ. അവിടെ വെച്ച് ആവാത്രേ ബാക്കി യുദ്ധം. അയാൾ പറഞ്ഞു. ശിവശങ്കരൻ തമ്പിയുടെ മുഖം നേരത്തേയിൽ ഇരട്ടിയായി വലിഞ്ഞു മുറുകിയിരുന്നു. അത് മാത്രല്ല, വല്യമ്പുരാൻ ഉൾപ്പെടെ ഇവിടെയുള്ള സകല ആൺവർഗത്തിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പോലെയാ ഓരോന്നും അവന്റെ വായിൽ നിന്ന് വന്നെന്നാ കണ്ടിരുന്ന ആളുകൾ പറഞ്ഞു. അയാൾ തന്നെ സ്ഥിരം സ്വഭാവമായി കുത്തിത്തിരിപ്പ് പുറത്തേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു. ശിവശങ്കരൻ തമ്പിയുടെ മനസ്സിൽ അവനോടുള്ള ദേഷ്യം 10 ഇരട്ടിയായി ആളി കത്തിക്കൊണ്ടിരുന്നു. ആ കാവടി തന്തയെ പട്ടടയിലേക്ക് വെക്കാൻ പോലും ഒന്നും ഈ മേഘൻ ബാക്കി വെക്കില്ല ആ ഊന്നുവടിയോട് പോയി പറഞ്ഞേക്ക്. അയാൾ മേഘനെ പോലെ അനുകരിച്ചുകൊണ്ട് പറഞ്ഞു. ശിവശങ്കരൻ തമ്പി കേശവനെന്ന് രൂക്ഷമായി നോക്കി. അല്ല, ഞാൻ അവൻ പറഞ്ഞു വലിയ തമ്പുരാൻ അറിയിക്കേണ്ട ഒരു ത്വര കൊണ്ട്. കേശവൻ സ്വയം തലറിഞ്ഞുകൊണ്ട് പറഞ്ഞതും ശിവശങ്കരൻ അതിനൊന്ന് അമർത്തി മൂളി. താൻ കൂടുതൽ വിശദീകരിക്കണമെന്നില്ല, തന്നെ എനിക്ക് അറിയാത്തൊന്നുമല്ലല്ലോ. എന്റെ കൂടെ നിന്റെ തന്നെ ചോര കുടിച്ച് കഴിയണ ഒരട്ട, അത്രയും വലിയ തനിക്ക് ഞാൻ കൽപ്പിച്ചു തന്നിട്ടുള്ളൂ. ശിവശങ്കരൻ തമ്പി കേശവനെ നോക്കി പറഞ്ഞു. അയാൾ അതിനൊന്ന് പരിങ്ങി. പിന്നെ അവന്റെ കാര്യം, എന്നെങ്കിലും അവൻ എനിക്ക് മുമ്പിൽ ഒരു വഴിമുടക്കിയായിട്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു. ആ തടസ്സം മറികടക്കാവുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ലാത്തോണ്ടാ പരമാവധി കാര്യങ്ങൾ അവനെ അറിയിക്കാതെ ഇവിടവനെ കൊണ്ടെത്തിച്ചു. പക്ഷെ എന്നിട്ട് എന്തായി? അവൾ ആ ആട്ടക്കാരി പെണ്ണ് ഇടയിൽ വന്നെല്ലാം കോളാക്കിയില്ലേ? അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാം ശുദ്ധമായിട്ട് അവസാനിച്ചേനായിരുന്നു. അവൾ ഒറ്റൊരുത്തിയാ എല്ലാത്തിനും കാരണക്കാരിയായത്. അയാൾ അവളോടുള്ള ദേഷ്യം അടക്കാൻ കഴിയാതെ പറഞ്ഞു. ഞാൻ തിരുമേനി വിളിച്ചിരുന്നു. അടുത്ത മാസം 1 മുന്നേ എല്ലാം മംഗളായി നടന്നില്ലാച്ചാ പിന്നെ നാൽപ്പാട്ട് തറവാട്ടിൽ ഒന്നും അവശേഷിക്കാത്ത വിധം എല്ലാം മണ്ണോട് ചേരുന്ന അദ്ദേഹം പറഞ്ഞു. അതിന് കാരണക്കാരാവുന്ന 2 പുരുഷന്മാരായിരിക്കുത്രേ. അവരാരൊക്കെയാണെന്നുള്ള കാര്യം തനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ടില്ലല്ലോ. ആദ്യത്തെ വെട്ടുന്ന ആരായിരിക്കുന്ന മാത്രമേ ഇനി അറിയാനുള്ളൂ. അയാൾ ആ രംഗം മുന്നിൽ കണ്ട പോലെ ഒന്ന് വിറച്ചു. പക്ഷേ അതിനു മുമ്പ് ആ വെട്ട് നമ്മൾ വിട്ടിരിക്കണം. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം